മനസ്സ് വേദനിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ സുജൂദ് നീട്ടിയതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരിക്കൽ ഒരു മോളെ ചുമലിൽ വെച്ചുകൊണ്ട് അവിടുന്ന് നിസ്കരിച്ചു. സ്വഹീഹുൽ ബുഖാരി മറിച്ചു നോക്ക്. സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബുസ്സലാത്തിൽ കാണാം, ബാബു ഇദാ ഹമല ജാരിയതഹു, ഒരാൾ തന്റെ മകളെ എടുത്ത് നിസ്കരിക്കുന്നത് വിശദീകരിക്കുന്ന അധ്യായം. ഇമാം ബുഖാരി ആ അധ്യായത്തിന് പേര് തന്നെ അങ്ങനെ കൊടുത്തത്. ആരെ നിസ്കരിക്കുമ്പോ, നിസ്കാരം എന്ന് പറഞ്ഞ എന്താ? അള്ളാഹും ഒരടിമയും തമ്മിലുള്ള ഏറ്റവും അടുത്ത സംസാരമാണ്. സംഘാടകർ നിങ്ങളെ സമീപിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ആ മജ്‌ലിസുമായി അപ്പൊ എല്ലാവരും നമ്മുടെ മജ്‌ലിസുമായിട്ട് സഹകരിക്കണം. അതിന് ചില്ലറ തരി, എനിക്ക് ചില്ലറ തരി. അപ്പോ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമാമ എന്ന് പറയുന്ന പൊന്നുമോളെ എടുത്തുകൊണ്ട് നിസ്കരിച്ചു. ഉമാമ എന്ന് പറയുന്ന പൊന്നുമോളെ എടുത്തുകൊണ്ട് നിസ്കരിച്ചു. കാന യുസല്ലി, അവിടുന്ന് നിസ്കരിക്കാറുണ്ട്. വഹുവ ഹാമിലുൻ ഉമാമ, ഉമാമ എന്ന് പറയുന്ന ഒരു മോളെ ചുമലിൽ വെച്ചുകൊണ്ട് അവിടുന്ന് നിസ്കരിച്ചു. എന്നിട്ട് നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുമ്പോഴോ, വൈദാ സജദ, സുജൂദിലേക്ക് പോകുമ്പോ വദഅഹ, മോളെ താഴെ വെക്കും. ഫഇദാ ഖാമ, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഹമലഹ, മോളെ എടുത്തിട്ട് പിന്നെയും ചുമലിൽ വെക്കും. അങ്ങനെ നിസ്കരിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മൾ അങ്ങനെ നിസ്കരിക്കാത്ത എന്തുകൊണ്ടാ? ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നു. അന്ന് അങ്ങനെ നിസ്കരിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളെ, നിങ്ങൾ ആർക്കും വേണ്ടായിരുന്നു, പെണ്ണിനെ ആർക്കും വേണ്ടായിരുന്നു. അല്ലെ, ഇന്നിപ്പോ നിങ്ങളുടെ പർദ്ദക്ക് പ്രതിഷേധം കാണിക്കുന്ന ആളുകൾ, ഇന്ന് ഇസ്ലാമിന്റെ വേഷഭൂഷാദികളെ വിമർശിക്കുന്നവർ, എന്തായിരുന്നു പഴയ കാലാവസ്ഥ? ലോകത്തെവിടെയും ആർക്കും വേണ്ടാത്ത സാധനമായിരുന്നു പെണ്ണ്. ഞാനിത് വെറുതെ പറയുകയല്ല, വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ പറയാണ്. സുവർണ നാഗരികത എന്ന് ലോകം പറയുന്ന ഗ്രീക്ക് സംസ്കാരം, ആ ഗ്രീക്ക് സംസ്കാരം പഠിച്ചാൽ അവരുടെ നാട്ടിൽ പെണ്ണുങ്ങളെ ചന്തയിൽ വിൽക്കുമായിരുന്നു. നല്ല കാശുള്ള ആളുകൾ നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ പോയിട്ട് വാങ്ങും. പാവങ്ങൾക്ക് കാണാൻ കൊള്ളാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവും, അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങുമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൽ. റോമൻ സംസ്കാരം പരിശോധിച്ചാൽ ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുടെ ഇന്നലകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്താ അവിടെ നമ്മൾ കാണുന്നത്? ആ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി